അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പരിപാവനമായ ജമാദുൽ ആഖിർ മാസത്തിൻ്റെ 19ാമത്തെ രാവിലാണ് നമ്മളുള്ളത്. നാളെ 19ാമത്തെ ദിവസം, അതായത് ജമാദുൽ ആഖിർ മാസത്തിൻ്റെ 2 പത്തുകൾ വിട പറയുന്നു. അവസാനത്തെ 10ലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ വിശുദ്ധമായ റജബ് വരുന്നു, ഷഅബാൻ വരുന്നു, റമദാൻ വരുന്നു. അള്ളാഹുവേ, പുണ്യമായ മാസങ്ങളിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അള്ളാഹുവേ, അതിലൊക്കെ ഒരുപാട് ഇബാദത്ത് എടുക്കാൻ നീ തൗഫീക്ക് തരണേ റഹ്മാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എൻ്റെ ഉമ്മമാരോടൊക്കെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഉപ്പമാരും ഒക്കെ ഉണ്ടാകും. കൂടുതലായി ഉമ്മമാരാണ് ഈ ദിക്റിൻ്റെ മജ്‌ലിസിലൊക്കെ പങ്കെടുക്കുന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നമുക്ക് തരട്ടെ, ആമീൻ. ഉസ്താദെ, കഴിഞ്ഞ ദിവസവും ഒരു സഹോദരൻ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം, കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ നിങ്ങളെക്കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടി. എന്നോട് പറയാം, നിങ്ങളെക്കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടി. എല്ലാ വീടിൻ്റെ അടുക്കളയിലും രാവിലെയും വൈകിട്ടും നിങ്ങൾ ഈ തൂണും ചാരി നിൽക്കുന്നത് എന്തിന്? എനിക്ക് സത്യം പറഞ്ഞത് എന്താ മനസ്സിലായില്ല. എല്ലാ വീടിൻ്റെയും തൂണിൽ ചാരി, അടുക്കളയിൽ ചാരി രാവിലെയും വൈകുന്നേരം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ ചോദിച്ചു എന്തൊക്കെ സംഭവം എന്താണ്? അപ്പോൾ പറഞ്ഞത് എല്ലാ വീടും, അദ്ദേഹത്തിൻ്റെ വീട് നമ്മുടെ ഇവിടെ തൊട്ടടുത്താണ്, ഞാൻ അതൊന്നും പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് നമ്മുടെ നാട്, എൻ്റെ മഹലിൻ്റെ ഏകദേശം എല്ലാ വീടുകളിലും ഉസ്താദെ നിങ്ങളുടെ ഈ ഒരു വീഡിയോ, അത് ഈ മൊബൈലിൽ സ്റ്റാൻഡൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ആ ഭിത്തിയിൽ ഇങ്ങനെ ചാരി വെക്കും. അതാണ് നമ്മളൊരു ഒന്ന് കളിയാക്കി ഒരു സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൽ ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാ രാവിലത്തെ നമ്മുടെ ക്ലാസ്സും വൈകുന്നേരത്തെ ഈ ദിക്റിൻ്റെ മജ്‌ലിസും ഒക്കെ അത് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഉമ്മമാർ, അപ്പോൾ നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ ചാരി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പറഞ്ഞു വന്നാൽ അൽഹംദുലില്ലാഹ്, അതൊക്കെ വലിയ സന്തോഷമാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്, തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്, വേണ്ടതാണ്. ബസ് അവിടെ നിൽക്കട്ടെ. എനിക്ക് ഇപ്പുറത്ത് പറയാനുള്ളത് ദിക്റേ ദിക്ർ, സ്വലാത്തേ സ്വലാത്ത്, ദിക്റിൻ്റെ മജ്‌ലിസേ സ്വലാത്തിൻ്റെ മജ്‌ലിസേ, വേറെ ഒന്നും വേണ്ട. അങ്ങനത്തെ ഒരു ഹാലിലേക്ക് ഇന്നത്തെ നമ്മുടെ പെണ്ണുങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഉമ്മമാരോട് ദയവ് ചെയ്ത് ഞാൻ പറയുകയാണ്, ഒരിക്കലും ദിക്റിൻ്റെ മജ്‌ലിസിൻ്റെ പേര് പറഞ്ഞ് സ്വലാത്തിൻ്റെ മജ്‌ലിസിൻ, അത് നമ്മുടെ ഈ ചാനൽ മാത്രമല്ല, വേറെ ഏത് ഉസ്താദുമാരുടെ, അത് ഏത് പേരിലാവട്ടെ, മദീനയുടെ പേരിലാവട്ടെ, മക്കയുടെ പേരിലാവട്ടെ, ഇനി ചന്ദ്രൻ്റെ പേരിലാവട്ടെ, സൂര്യൻ്റെ പേരിലാവട്ടെ, എന്താണെങ്കിലും ഞാൻ പറയാനുള്ള, നമ്മുടെ ചാനൽ ഉൾപ്പെടെ നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കുന്ന, അല്ലെങ്കിൽ ഭർത്താവിന് അരോചകമാകുന്ന, മക്കൾക്ക് ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാതെ വരുന്ന തരത്തിൽ നിങ്ങൾ എന്ത് ദിക്ർ ചൊല്ലിയാലും സ്വലാത്ത് ചൊല്ലിയാലും അതുകൊണ്ടൊരു നേട്ടവുമില്ല. ഉസ്താദേ, ഞങ്ങളൊന്നും ഇങ്ങനെ ചെയ്യാറില്ല, പക്ഷെ ചെയ്യുന്നവരുണ്ട്. ചില ആളുകൾ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ നിങ്ങളുടെ ഈ ദിക്റിൻ്റെ മജ്‌ലിസിലൊന്ന് ഉണർത്തുക. കാരണം ഞാൻ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഓള് ദിക്റിൻ്റെ മജ്‌ലിസിലായിരിക്കും, സ്വലാത്തിൻ്റെ മജ്‌ലിസിലായിരിക്കും. അപ്പോൾ ആ മജ്‌ലിസ് കഴിയുമ്പോൾ കുറച്ച് ചൂടുവെള്ളം കിട്ടും, അല്ലെങ്കിൽ ഭക്ഷണം വിളമ്പും എന്ന് വിചാരിക്കും. ആ ദിക്റിൻ്റെ മജ്‌ലിസ് കഴിയുമ്പോൾ പിന്നെ വേറെ ഉസ്താദിൻ്റെ ദിക്ർ തുടങ്ങുന്നു. അതിങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് അപ്പോൾ ഇപ്പോഴും ചോറ് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഇപ്പോൾ അവളെ കിട്ടും എന്ന് വിചാരിക്കുമ്പോൾ പിന്നെ അടുത്ത ഉസ്താദിൻ്റെ മജ്‌ലിസ്. ഈ മജ്‌ലിസ് ഇങ്ങനെ തുടർന്ന് 12 മണിയായാലും തീരില്ല, എനിക്കെൻ്റെ ഭാര്യയെ കാണാൻ പോലും കിട്ടുന്നില്ല എന്നൊരു സഹോദരൻ പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ എത്രമാത്രം അഡിക്റ്റായി മാറി? ഒരിക്കലും അങ്ങനെ പാടില്ല. ദീനിൽ അങ്ങനെ ഒരു സമ്പ്രദായമില്ല. എല്ലാ ദിവസവും രാത്രി നിന്ന് നിസ്കരിക്കുക, അത് ഇസ്ലാം പറഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും പകൽ നോമ്പ് പിടിക്കുക, സുന്നത്തായ നോമ്പ് പിടിക്കുക, അത് ദീൻ പറഞ്ഞിട്ടില്ല. നമുക്ക് ഇസ്ലാം വേണം, ദീൻ വേണം, നമുക്ക് അള്ളാഹിനെ അനുസരിക്കണം, ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം. അത് നമ്മുടെ കുടുംബജീവിതത്തിന് തടസ്സമാവരുത്. മക്കളോട് ചില ബാധ്യതകളുണ്ട് ഉമ്മാക്ക്, ഭർത്താവിനോട് ബാധ്യതയുണ്ട് ഭാര്യക്ക്. ആ കടമകൾ മാറ്റി നിർത്തിയിട്ട് ഒരിക്കലും നിങ്ങൾ ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്‌ലിസിൻ്റെ പുറകെ പോയിട്ട് ഒരു കുന്തവും നിങ്ങൾക്ക് കിട്ടാനില്ല. നമ്മൾ കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലിയാൽ നേട്ടമുണ്ടാകും. അല്ലാതെ 24 മണിക്കൂറും ഇത് തന്നെ ശരണം. രാവിലെ ഒരു ക്ലാസ് കേൾക്കുന്നു, പിന്നെ വേറെ ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ആദ്യം കേൾക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് കേൾക്കുന്നു. 24 മണിക്കൂർ ഈ സാധനം കൈ പിടിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം എങ്ങോട്ട് മുന്നോട്ട് പോകും? ചിലപ്പോൾ നിസ്കാരം പോലും ഉണ്ടാവില്ല. ആ സമയത്തും ഉസ്താദിൻ്റെ വാൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും ഒരു നേട്ടം ഉണ്ടാവില്ല. നമ്മൾ ആവശ്യത്തിന് മാത്രം കേൾക്കുക. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഒരു വീഡിയോ കണ്ടു, അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അത് കേട്ടു, ബസ് അത്രേ ഉള്ളൂ. അത് കേട്ടു നമ്മൾ എഴുതിയെടുത്തു, ജീവിതത്തിൽ പ്രത്യേകമാക്കുന്നു. നമ്മുടെ ചാനലിൽ നമ്മൾ ദിക്റിൻ്റെ മജ്‌ലിസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു കൂടിപ്പോയ ഒരു 40 മിനിറ്റ് അല്ലേ, അല്ലെങ്കിൽ 35-30 മിനിറ്റൊക്കെയാണ് നമ്മൾ സാധാരണ മജ്‌ലിസ് നടത്താറ്. കാരണം എന്താണ്?
കാരണം നമുക്ക് ഇത് മാത്രമല്ല ജീവിതം, ദിക്ർ മാത്രമല്ല, സ്വലാത്തിൻ്റെ മജ്ലിസ് മാത്രമല്ലല്ലോ ജീവിതം. ഇത് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് നമുക്ക് ഒരുപാട് ബാധ്യതകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദെ നിങ്ങളുടെ മജ്ലിസ് തുടങ്ങുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നില്ല. വേണ്ട, നമുക്കിപ്പോൾ ഈ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നമുക്ക് ഖുർആൻ ഓതാനുണ്ട്, അതുപോലെ യാസീൻ ഓതാനുണ്ട്, അല്ലെ, അതുപോലെ സുന്നത്ത് നിസ്കരിക്കാനുണ്ടാകും. ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സാവകാശം നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നമ്മുടെ മജ്ലിസ് കണ്ടാൽ മതി. ഇന്നത്തെ രാത്രി തന്നെ കാണണമെന്നില്ല, നാളെ പകൽ കണ്ടാലും മതി, പകൽ കണ്ടിട്ട് നിങ്ങളെ ചൊല്ലിയാലും മതി. ഈ ദിക്റൊക്കെ എപ്പോൾ ചൊല്ലിയാലും നമുക്ക് കൂലി കിട്ടുന്ന ദിക്ർ ഔറാദുകളാണ്. കൂടുതൽ ഇനി അങ്ങോട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. അല്ലാഹു തആല നമുക്ക് ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനൊക്കെ തൗഫീക്ക് തരുന്നതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ലാതെ, മക്കൾക്കൊരു പ്രയാസമില്ലാതെ, ഭർത്താവിനൊരു പ്രയാസമില്ലാതെ, അതുപോലെ തന്നെ ചില ഉപ്പമാർ ഇങ്ങനെ ഭാര്യമാരോടുള്ള കടമയും കടപ്പാടൊക്കെ പാലിക്കേണ്ടതുണ്ട്. അവരൊക്കെ 24 മണിക്കൂറും ഈ ദിക്റും മജ്ലിസും റാത്തീബും കുത്തുബിയത്തൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുകയാണ്, വീട്ടിലെ കാര്യം നോക്കൂല. അങ്ങനെയും പാടില്ല. അപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കണം, സഹോദരങ്ങളും ശ്രദ്ധിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ മജ്ലിസ് ദ്വാരക്കാൻ പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് അവസാനം ദ്വാരക്കുന്നുണ്ട്. അള്ളാഹു പരിപൂർണമായി എല്ലാം സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിൻ്റെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഈമാൻ പാറ പോലെ ഉറക്കാനും, നമ്മുടെ ഈമാൻ പല സമയത്തു ചിലപ്പോൾ കുറയാനും സാധ്യതയുണ്ട്, കൂടാനും സാധ്യതയുണ്ട്. ഈമാൻ കൂടണം, പക്ഷെ കുറയാൻ പാടില്ല. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണം. അതിനൊക്കെ നമ്മൾ എപ്പോഴും പറയേണ്ട ഒരു ദിക്റാണ് ഇനി പറയുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു.
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇനി നമ്മൾ പറയുന്നത് ഇതൊരു സ്വലാത്തായിട്ടും നമുക്ക് പരിഗണിക്കാം, ഇതൊരു ദിക്റായും നമുക്ക് പരിഗണിക്കാം. ഏത് രൂപത്തിൽ ചൊല്ലിയാലും ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടുന്ന ഒരു വചനമാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പറയുന്നത്. ഈ വചനത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമുക്കെല്ലാവർക്കും എല്ലാവിധ നിഅമത്തും ബറക്കത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു തരട്ടെ. ആമീൻ. എല്ലാവരും പറഞ്ഞു. ജസല്ലാഹു സയ്യിദനാ വ നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം അന്നാ ഖൈറൻ ബിമാ ഹുവ അഹ്ലുഹു. ജസല്ലാഹു സയ്യിദനാ വ നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ അന്നാ ഖൈറൻ ബിമാ ഹുവ അഹ്ലുഹു. ഒരുമിച്ച് പറഞ്ഞോട്ടോ. ജസല്ലാഹു സയ്യിദനാ വ നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ അന്നാ ഖൈറൻ ബിമാ ഹുവ അഹ്ലുഹു. ജസല്ലാഹു സയ്യിദനാ വ നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ അന്നാ ഖൈറൻ ബിമാ ഹുവ അഹ്ലുഹു. ജസല്ലാഹു സയ്യിദനാ വ നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു عليه وآله وسلم عنا خيرا بما هو أهله. جزا الله سيدنا ونبينا محمدا صلى الله عليه وآله وسلم عنا خيرا بما هو أهله. جزا الله سيدنا ونبينا محمدا صلى الله عليه وآله وسلم عنا خيرا بما هو أهله. جزا الله سيدنا ونبينا محمدا صلى الله عليه وآله وسلم عنا خيرا بما هو أهله. جزا الله سيدنا ونبينا محمدا صلى الله عليه وآله وسلم عنا خيرا بما هو أهله. جزا الله سيدنا ونبينا محمدا صلى الله عليه وآله وسلم عنا خيرا بما هو أهله. جزا الله سيدنا ونبينا محمدا صلى الله عليه وآله وسلم عنا خيرا بما هو أهله. جزا الله سيدنا ونبينا محمدا صلى الله عليه وآله وسلم عنا خيرا بما هو أهله. جزا الله سيدنا ونبينا محمدا صلى الله عليه وآله وسلم عنا خيرا بما هو أهله. جزا الله سيدنا ونبينا محمدا صلى الله عليه وآله وسلم عنا خيرا بما هو أهله. جزا الله سيدنا ونبينا محمدا صلى الله عليه وآله وسلم عنا خيرا بما هو أهله. جزا الله سيدنا ونبينا محمدا صلى الله عليه وآله وسلم عنا خيرا بما هو أهله. ദിക്റുകളിൽ ഏറ്റവും പുണ്യമുള്ള ദിക്ർ അല്ലേ, അതേതാണ്? അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. അത് പറയാതെ ഒരു ദിക്റിന്റെ മജ്ലിസിൽ നമ്മൾ ദുആരക്കാറില്ല. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും വലിയ നിധിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് കുറച്ച് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 لا إله إلا الله. പുണ്യമായ ഈ ഒരു ദിക്റിന്റെ മജ്ലിസ് എന്തുകൊണ്ടും അല്ലാഹു തആല ഖബൂൽ ചെയ്യണമെങ്കിൽ സ്വലാത്ത് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നമുക്കൊരു സ്വലാത്ത് ചൊല്ലിയാലോ, ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഒരുപാട് അനവധി നേട്ടങ്ങൾ നമുക്ക് വാങ്ങിത്തരുന്ന പുണ്യമായ ഒരു സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം
اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد اللهم صل عليه وسلم. ഇനി നമ്മൾ ഒരു ചെറിയ സൂറത്ത് അല്ലേ, വിശുദ്ധമായ ഖുർആനിലെ മൂന്നിൽ ഒരു ഭാഗം എന്ന് പരിചയപ്പെടുത്തിയ സൂറത്തുൽ ഇഖ്ലാസ്, അത് ഇൻഷാ അള്ളാഹ് നമുക്കൊന്ന് ഓതിയാലോ. ഒരുപാട് നേട്ടങ്ങളല്ലേ, അതിപ്പോൾ നിസ്കാരമില്ലാത്ത ഉമ്മമാരാണെങ്കിലും ആരാണെങ്കിലും ഏത് സമയത്ത് നമുക്ക് ഓതാൻ പറ്റിയ ഒരു സൂറത്താണ് ഈ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ സൂറത്ത് കുറച്ച് പ്രാവശ്യം ഓതാം, എന്നിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഓദിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്
الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله الله سبحانه وتعالى നമ്മുടെ ഇന്നത്തെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല ആരൊക്കെ നമ്മളോട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും മനസ്സിലെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കട്ടെ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة
റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ അർഹമുർ റഹീമീനായ അല്ലാഹ് കരുണയുള്ള പടച്ചവനെ രാജാതിരാജനായ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളെല്ലാവരും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, പാപികളാണ്, ദോഷികളാണ്. എന്നാലും ഞങ്ങൾ നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് ഞങ്ങൾ കരങ്ങൾ ഉയർത്തുകയാണ്. ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നീ പരിപൂർണമായി ഖബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ചൊല്ലിയ സമയത്ത് ഒരുപാട് അശ്രദ്ധകൾ വന്നിട്ടുണ്ട്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്, നാക്ക് പിഴകൾ വന്നിട്ടുണ്ട്. എല്ലാം പരിഹരിച്ച് നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാവരുടെയും ഖബറും നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിച്ചു പോവാനുള്ളവരാണ്. ഞങ്ങളും ചെന്ന് ഖബറിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്റിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, ഈ ദുആക്ക് ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ദിക്റിന്റെ മജ്‌ലിസിലും അതുപോലെ തന്നെ മറ്റ് വീഡിയോകൾക്ക് താഴെയും ഒരുപാട് മുഅ്മിനീങ്ങൾ ഉസ്താദെ പ്രത്യേകം നിങ്ങൾ ദുആരക്കണേ എന്ന് പറഞ്ഞ് ദുആ വസിയത്ത് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും ദുആ വസിയത്ത് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അവർക്കെല്ലാവർക്കും അർഹമായത് വേണ്ടത് നീ കൊടുക്കണേ അല്ലാ. അവരിൽ ഒരുപാട്, ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ അല്ലാ. മാരകമായ ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അറ്റാക്ക് പോലെ, അതുപോലെ തന്നെ എന്തൊക്കെ രോഗങ്ങളുണ്ട് എല്ലാത്തിനെ തൊട്ടും കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ബറക്കത്ത് സലാമത്ത് ജീവിതത്തിൽ തരണേ അല്ലാ. കഷ്ടനഷ്ടങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. കച്ചവടം നീ ലാഭകരമാക്കണേ അല്ലാ. ബിസിനസ് നീ അഭിവൃദ്ധിയിലാക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വാടക വീട്ടിലാണ് കഴിയുന്നത് ഉസ്താദെ, സ്വന്തമായി ഒരു വീട് വേണമെന്ന് ഒരുപാട് മുഅ്മിനീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും സ്വന്തമായി വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുടെ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ഈ വിനീതന്റെ ഉൾപ്പെടെ ഒരുപാട് സഹോദരിമാരുടെ സഹോദരങ്ങളുടെ വീട് പണി നടക്കുകയാണ്. അല്ലാഹുവേ എല്ലാ വിധത്തിൽ വേഗവും അതുപോലെ തന്നെ അവിടുത്തെ താമസമൊക്കെ നീ ഖൈറിലും ബറക്കത്തിലുമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു ഉസ്താദെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയായിട്ടില്ല. അല്ലാഹുവേ അവർക്കെല്ലാവർക്കും ഖൈറായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, രോഗികളായി ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഓരോ ദിവസവും വ്യത്യസ്തമായ അപകടങ്ങളെ വാർത്തയാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാ അപകടങ്ങളെ തൊട്ടും നീ കാക്കണേ റഹ്മാനെ. മരണത്തിന് ശേഷം ശരീരം കീറിമുറിക്കുന്ന പോസ്റ്റ്മോർട്ടം ആ ഒരു അവസ്ഥ നീ തരല്ലേ അല്ലാ. അങ്ങനെയൊന്നും ഞങ്ങളെ നീ എത്തിക്കല്ലേ റഹ്മാനെ. പടച്ചവനെ, എവിടെ വെച്ച് മരിച്ചാലും എപ്പോൾ മരിച്ചാലും നിന്റെ ഖദാ ആണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ ഒരുപാട് നല്ല മുറാദുകളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. നീ ഹാസിലാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, നീ ആ നല്ല മുറാദുകൾ, നല്ല ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് തരണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ആൺമക്കളില്ലാത്തവരുണ്ട്, ആൺമക്കളെ കൊടുക്കണേ അല്ലാ. പെൺമക്കളില്ലാത്തവരുണ്ട്, പെൺമക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെയൊക്കെ പരീക്ഷകളൊക്കെ വരികയാണ്. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാൻ ആ മക്കൾക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പ്രവാസികളായ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ, അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെയൊക്കെ കച്ചവടത്തിൽ ബിസിനസ്സിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ റഹ്മാനെ. ആരൊക്കെ ഞങ്ങളോട് എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്നവർ, ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി ദ്വാരക്കുന്നു എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ഖൈറും ബറക്കത്തും ഇരുലോകത്തും കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളൊക്കെ മരിക്കുന്ന സമയം റഹ്മാനെ സ്വർഗ്ഗം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. മരണത്തിന് ശേഷം ഞങ്ങൾ ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഈ ദുആയും ദിക്റൊക്കെ ഞങ്ങൾക്ക് കൂട്ടുകാരാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, മഹ്ശറിൽ നിൽക്കുമ്പോൾ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും
ഉംറയും സിയാറത്തും ചെയ്യാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരച്ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ചങ്ക് കൊട്ടി പറയാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ്. ഈ പ്രാവശ്യം ഹജ്ജിന് കിട്ടിയ ഒരുപാട് ഹാജിമാരുണ്ട്. അവരുടെയൊക്കെ ആ യാത്രയും എല്ലാം നീ എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്, അഭിമാനം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മുസ്ലിമീങ്ങൾ പല സ്ഥലത്തും ഒരുപാട് പ്രയാസത്തിലാണ്. നീ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. നിന്റെ മദ്രസകൾ, നിന്റെ പള്ളികളെ നീ തന്നെ സംരക്ഷിക്കണേ അല്ലാഹ്. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ആ വീര്യം നീ കെടുത്തിക്കളയണേ റഹ്മാനെ. മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. എല്ലാം ഞങ്ങൾ ചോദിക്കുകയാണ്. എല്ലാ ഖൈറുകളും തരണേ അല്ലാഹ്. എല്ലാ ശർറ്, ബല, മുസീബത്ത്, ആപത്ത്, സിഹ്ർ, കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. എല്ലാവിധ ഖൈറും ഞങ്ങളുടെ ഇരുലോകത്തും തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസ് അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ മജ്ലിസ്, നാളെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മൾ പറയുന്നതും കേൾക്കുന്നതും എല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.